Welcome back to my channel, English Grammar Teaching and Learning. In part 2, we learn what is pronoun. The word pronoun means for a noun. Pronoun is a word which is used instead of a noun or in the place of a noun. It helps us to avoid tedious repetition. Today, we study what are the kinds of pronouns. Pronouns may be classified into 9 groups: demonstrative pronouns, distributive pronouns, emphatic pronouns, indefinite pronouns, interrogative pronouns, personal pronouns, relative pronouns, reflexive pronouns and reciprocal pronouns. ഇതാണ് ഇപ്പോൾ കഴിഞ്ഞ പാർട്ട് 2-ൽ നമ്മൾ പ്രോനൗൺ എന്താണെന്ന് പഠിച്ചു. ഒരു നാമത്തിന് പകരം ഉപയോഗിക്കുന്ന ശബ്ദത്തെ അല്ലെങ്കിൽ വാക്കിനെയോ വാക്കുകളെയോ നമുക്ക് പ്രോനൗൺ എന്ന് പറയാം. പ്രോനൗൺ ആ വേർഡിൻ്റെ അർത്ഥം ഫോർ എ നൗൺ, നാമത്തിനു വേണ്ടി എന്നാണ്. പ്രോനൗണിനെ നമ്മൾ 9 ക്ലാസിഫൈ ചെയ്യുന്നു. അതിലാദ്യത്തേത് പേഴ്സണൽ പ്രോനൗൺ ആണ് നമ്മളിപ്പോൾ പഠിക്കാൻ പോകുന്നത്. പേഴ്സണൽ പ്രോനൗൺസിനെ നമ്മൾ 3 പ്രധാനമായും ക്ലാസിഫൈ ചെയ്യുന്നു, തരംതിരിക്കുന്നു. ഫസ്റ്റ് പേഴ്സൺ, സെക്കൻഡ് പേഴ്സൺ, തേർഡ് പേഴ്സൺ. അതിനെ വീണ്ടും നമ്മൾ നോമിനേറ്റീവ് പ്രോനൗൺ ഓർ സബ്ജക്റ്റീവ് പ്രോനൗൺ, കാരണം അത് സബ്ജക്റ്റ് ആയിട്ട് വരുന്നത് കൊണ്ട് അതിനെ സബ്ജക്റ്റീവ് പ്രോനൗൺ അല്ലെങ്കിൽ നോമിനേറ്റീവ് പ്രോനൗൺ എന്ന് പറയുന്നു. പിന്നീട് പൊസസീവ് പ്രോനൗൺ, അത് ഓണർഷിപ്പ് അല്ലെങ്കിൽ പൊസഷൻ ഉള്ളതുകൊണ്ട് അതിനെ പൊസസീവ് പ്രോനൗൺ എന്ന് ക്ലാസിഫൈ ചെയ്യുന്നു. അതുപോലെ തന്നെ ഒബ്ജക്റ്റീവ് പ്രോനൗൺ, അത് ഒബ്ജക്റ്റായിട്ടും വരുന്നുണ്ട്, അതുകൊണ്ട് അതിനെ അങ്ങനെ. അതുപോലെ തന്നെ റിഫ്ലെക്സീവ് പ്രോനൗൺ. ഇത് 3 ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതായത് നോമിനേറ്റീവ് പ്രോനൗൺ ഓർ സബ്ജക്റ്റീവ് പ്രോനൗൺ, ദെൻ സബ്ജക്റ്റീവ് കഴിഞ്ഞാൽ പിന്നെ അടുത്ത് വരുന്നത് പൊസസീവ് പ്രോനൗൺ, അത് കഴിഞ്ഞിട്ട് ഒബ്ജക്റ്റീവ്, റിഫ്ലെക്സീവ്. നോക്കാം. അപ്പോൾ പ്രോനൗൺ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് പേഴ്സൺ, സെക്കൻഡ് പേഴ്സൺ, തേർഡ് പേഴ്സൺ എന്നിങ്ങനെ പേഴ്സണൽ പ്രോനൗൺ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. ഫസ്റ്റ് പേഴ്സൺ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഫസ്റ്റ് പേഴ്സൺ സ്റ്റാൻഡ്സ് ഫോർ ദി സ്പീക്കർ, സ്പീക്കർക്ക് വേണ്ടി നിലകൊള്ളുന്നു ഫസ്റ്റ് പേഴ്സൺ, ഐ ആൻഡ് വി. സെക്കൻഡ് പേഴ്സൺ സ്റ്റാൻഡ്സ് ഫോർ എ പേഴ്സൺ ടു സ്പീക്ക്, ആരോടാണോ സംസാരിക്കുന്നത് അതിനെ നമുക്ക് സെക്കൻഡ് പേഴ്സൺ എന്ന് പറയാം. ഇനി തേർഡ് പേഴ്സൺ എന്ന് പറഞ്ഞാലോ തേർഡ് പേഴ്സൺ സ്റ്റാൻഡ്സ് ഫോർ എനി പേഴ്സൺ ഓർ എനിത്തിങ് എൽസ്, അതേതുമാകാം. അപ്പോൾ ഐ ആൻഡ് വി ആർ ഫസ്റ്റ് പേഴ്സൺസ്. അതിൽ ഐ എന്ന് പറയുന്നത് സിംഗുലറും വി എന്ന് പറയുന്നത് പ്ലൂറലും. സെക്കൻഡ് പേഴ്സൺ യു, സിംഗുലറായും വരും പ്ലൂറലായും വരും. അടുത്ത തേർഡ് പേഴ്സൺ ഹി മെയിൽ ആണ്, ഷീ ഫീമെയിൽ ആണ്, ദേ മെയിലും ഫീമെയിലും വരാം, ഇറ്റ് നൗൺ, അത് ന്യൂട്രൽ ജെൻഡർ ആയതുകൊണ്ടാണ് എൻ കൊണ്ട് സൂചിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. ഇനി ഇതിൻ്റെ എല്ലാം പൊസസീവ് പ്രോനൗൺ ആണ് ഞാൻ പറയാൻ പോകുന്നത്. ഐ, അതിൻ്റെ പൊസസീവ് പ്രോനൗൺ മൈ, മൈൻ. വി, അവർ, അവേഴ്സ്. യു, യുവർ, യുവേഴ്സ്. ഹി, ഹിസ്. ഷീ, ഹർ, ഹേഴ്സ്. ദേ, ദയർ, ദയേഴ്സ്. ഇറ്റ്, ഇറ്റ്സ്. ഇനി അതിനെല്ലാം ഒബ്ജക്റ്റീവ് പ്രോനൗൺ, ഒബ്ജക്റ്റായിട്ട് വരുന്നതാണ്. ഐയുടെ ഒബ്ജക്റ്റീവ് പ്രോനൗൺ ആണ് മീ, വിയുടേത് അസ്. റിഫ്ലെക്സീവ് പ്രോനൗൺ മൈ സെൽഫ്, അവർ സെൽസ്, അവർ സെൽസ്. ഇത് സിംഗുലർ, മൈ സെൽഫ്. സെൽസ് വരാൻ കാരണം എന്താണെന്ന് ചോദിച്ചാൽ പ്ലൂറൽ ആയതുകൊണ്ടാണ്. അതുപോലെ അതിൻ്റെ ഒബ്ജക്റ്റീവ് യു, ഹി, ഹിം, ഷീ, ഹർ, ദേ, ദം, ഇറ്റ് തന്നെ. റിഫ്ലെക്സീവ് യുവർ സെൽഫ് സിംഗുലർ ആയിരിക്കുമ്പോൾ, യുവർ സെൽഫ്സ് പ്ലൂറൽ ആയിരിക്കുമ്പോൾ. ഹിം, ഹിംസെൽഫ്. ഹർ, ഹർ സെൽഫ്. ദം, ദംസെൽഫ്സ്. ഇറ്റ്, ഇറ്റ് സെൽഫ്. ഇതാണ് ഫസ്റ്റ് പേഴ്സൺ, സെക്കൻഡ് പേഴ്സൺ, തേർഡ് പേഴ്സൺ. ഇവയെ നമ്മൾ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നു. ഇങ്ങനെ നോമിനേറ്റീവ് ഓർ സബ്ജക്റ്റീവ്, പൊസസീവ്, ഒബ്ജക്റ്റീവ്, റിഫ്ലെക്സീവ്. റിഫ്ലെക്സീവ് പ്രോനൗൺ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ആ പൊസസീവിൻ്റെ കൂടെ നമ്മൾ എന്ത് ചെയ്തു, സെൽഫ് ഫോം ചേർത്തു. മൈ, മൈ സെൽഫ്. അവർ, അവർ സെൽസ്. യുവർ, യുവർ സെൽഫ് ഓർ യുവർ സെൽസ്. ഹിസ്, ഹിംസെൽഫ്. ഹി, ഹിംസെൽഫ്. ഷീ, ഹർ സെൽഫ്. they themselves.
ഇറ്റ് ഇറ്റ് സെൽഫ്. ഇനി ഇതിൻ്റെ ഉദാഹരണം നമ്മൾ നോക്കാം. ഇത് എവിടെയൊക്കെ എങ്ങനെയൊക്കെയാണ് സബ്ജക്റ്റീവായി വരുന്നത് ഉദാഹരണത്തിലൂടെ മനസ്സിലാക്കാം. ഫസ്റ്റ് എക്സാമ്പിൾ, ഐ നമ്മൾ എടുക്കുന്നു. ഐ ഹാവ് എ വാച്ച്. ഐ ഹാവ് എ വാച്ച്. ഈ സെന്റൻസിൽ ഐ ആണ് ഇവിടെ സബ്ജക്റ്റ്, സബ്ജക്റ്റീവ് ആണ്, സബ്ജക്റ്റീവ് ഉദാഹരണമാണ് ഐ ഹാവ് എ വാച്ച്. ഇനി മൈ പൊസസീവിന് ഉദാഹരണം, മൈ വാച്ച് ഈസ് ന്യൂ. എ ഫ്രണ്ട് ഗവ് മീ. അപ്പോൾ ഇത് പൊസസീവാണ്, ഇത് സബ്ജക്റ്റീവാണ്. ഇവിടെ ഗവ് മീ ഇത് ഒബ്ജക്റ്റീവാണ്. അപ്പോൾ ഐയുടെ ഫോംസ് ഏതൊക്കെയാണ്? ഐ, മീ, മൈ, മൈൻ, മൈസെൽഫ്. വി, അവർ, അസ്, അവേഴ്സ്, അവർ സെൽഫ്സ്. യു, യുവർ, യുവർ സെൽഫ്, യുവർ സെൽഫ്സ്. ഹി, ഹിസ്, ഹിം, ഹിംസെൽഫ്. ഷീ, ഹർ, ഹേഴ്സ്, ഹർ സെൽഫ്. ദേ, ദയർ, ദയേഴ്സ്, ദം, ദംസെൽസ്. ഇറ്റ്, ഇറ്റ്സ്, ഇറ്റ് സെൽഫ്. അപ്പോൾ ആദ്യത്തെ ഉദാഹരണത്തിൽ ഐ ഇവിടെ ഫസ്റ്റ് സെന്റൻസിൽ വി ക്യാൻ സി ഐ ഈസ് ദി സബ്ജക്റ്റ്, ഐ ഹാവ് എ വാച്ച്. സെക്കൻഡ് സെന്റൻസ് നോക്കിയേ, മൈ വാച്ച് ഈസ് ന്യൂ. മൈ അത് പൊസസീവ് ആണ്, ഐയുടെ പൊസസീവ് ഫോം ആണ് മൈ. എ ഫ്രണ്ട് ഗവ് മീ, മീ എ വാച്ച്. എൻ്റെ ഫ്രണ്ട് എനിക്കൊരു വാച്ച് തന്നു. ഇവിടെ മീ എന്ന് പറയുന്നതാണ് ഒബ്ജക്റ്റീവ് ആണ്, ഐ ഒബ്ജക്റ്റ് ആയിട്ട് വരുന്നു മീ. ഇനി ദി വാച്ച് ഈസ് മൈൻ. മൈൻ എന്ന് പറഞ്ഞാലും പൊസസീവ് ആണ്. അപ്പം മൈയും മൈനും പൊസസീവ് ആണ്. ഐ യൂസ് ഇറ്റ് മൈസെൽഫ്, അത് ഞാൻ തന്നെ ഉപയോഗിക്കുന്നു. അപ്പോൾ അവിടെ മൈസെൽഫ് എന്ന് പറയുന്നത് റിഫ്ലെക്സീവ് ആണ്. അപ്പോൾ ഐയുടെ ആ ഫോംസ് എല്ലാം ഞാൻ ഉദാഹരണത്തിലൂടെ കാണിച്ചു. ഇവിടെ സബ്ജക്റ്റ്, ഇവിടെ പൊസസീവ്, ഇവിടെയും പൊസസീവ്, ഇവിടെ ഒബ്ജക്റ്റീവ്, ഇവിടെ റിഫ്ലെക്സീവ്. ഓക്കെ, ഇനി നമുക്ക് രണ്ടാമത്തെ വി എടുക്കാം, അത് ചേർത്ത് നോക്കാം. വി. അപ്പം ഐ ഹാവ് എ വാച്ചിന് പകരം നമ്മൾ വി ഹാവ് എ കാർ എന്നെടുക്കുന്നു, കാർ ഉദാഹരണമാക്കുന്നു. വി ഹാവ് എ കാർ. ഇനി അവർ കാർ ഈസ് ന്യൂ. എ ഫ്രണ്ട് ഗവ് അസ് എ കാർ. ദി കാർ ഈസ് അവേഴ്സ്. ദി കാർ ഈസ് അവേഴ്സ്. പിന്നെ ഐക്ക് പകരം വി ആർ. അപ്പോൾ വി യൂസ് ഇറ്റ് അവർ സെൽഫ്സ്. സെൽഫിന് പകരം അവർ സെൽഫ്സ് വരും. ഓക്കെ, ഇനി അടുത്ത യുയിലേക്ക് വരാം. യു. യു ആർ എ ഗുഡ് മാൻ. യു ആർ എ ഗുഡ് മാൻ. ഇവിടെ സബ്ജക്റ്റ്. യു ആർ റെസ്പോൺസിബിൾ പീപ്പിൾ. യു ആർ റെസ്പോൺസിബിൾ പീപ്പിൾ. ഇവിടെ ഇത് സിംഗുലർ ആയിട്ടാണ് നമ്മൾ പറയുന്നത്. യു ആർ എ ഗുഡ് മാൻ സിംഗുലർ ആണ്, ഇവിടെ പ്ലൂറൽ ആണ്. യു ആർ റെസ്പോൺസിബിൾ പീപ്പിൾ. ആർ റെസ്പോൺസിബിൾ പീപ്പിൾ. രണ്ടിടത്തും ആറാ, പക്ഷേ ഇവിടെ സിംഗുലർ ആണെന്ന് എങ്ങനെ അറിയും? എ ഗുഡ് മാൻ എന്നാണ് പറഞ്ഞേക്കുന്നത്. രണ്ടാമത്തെ സെൻസിലോ യു ആർ റെസ്പോൺസിബിൾ പീപ്പിൾ. ഹു ഗേവ് യു ദിസ് പ്രസന്റ്. ഹു ഗേവ് യു ദിസ് പ്രസന്റ്. ഇവിടെ എന്താണ്? ഒബ്ജക്റ്റ് ആയിട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഹു ഗേവ് യു ദിസ് പ്രസന്റ്. ഇനി വിച്ച് ഈസ് യുവർ ഹൗസ്, ഇത് പൊസസീവ് ആണ്. വിച്ച് ഈസ് യുവർ ഹൗസ്. ഈസ് ദിസ് പെൻ യുവേഴ്സ്, ഇതും പൊസസീവ് ആണ്. ഓക്കെ, അപ്പോൾ ഇതേ രീതിയിൽ നമുക്ക് ഇനി അതിൻ്റെ യുവർ സെൽഫ് ചേർത്തും ഇതുപോലെ സെൽഫ് ഫോമിൽ രണ്ടും പറയാൻ പറ്റും. യു ഡു ഹിസ് ഡ്യൂട്ടി, യുവർ സെൽഫ് എന്ന് പറയാം. ദേ യു ടീച്ചേഴ്സ് ഡു ദെയർ ഡ്യൂട്ടി, യുവർ സെൽഫ്. അപ്പം യു സിംഗുലർ ആണെങ്കിൽ യുവർ സെൽഫും, പ്ലൂറൽ ആണെങ്കിൽ യുവർ സെൽഫും ഉപയോഗിക്കുന്നു. ഇനി തേർഡ് പേഴ്സൺ എടുക്കാം. അപ്പോൾ ഐ ഫസ്റ്റ് പേഴ്സൺ, സെക്കൻഡ് പേഴ്സൺ മനസ്സിലായല്ലോ. തേർഡ് പേഴ്സൺ ഹി ആണ് എടുക്കുന്നത്. അപ്പോൾ ഹി അതിന് വേറെ ഇവിടെ ക്യാമറ എടുക്കുന്നു ഉദാഹരണം. അപ്പോൾ ഈ സെൻസ് എങ്ങനെ ആവും? ഹി ഹാസ് എ ക്യാമറ. ഹി ഹാസ് എ ക്യാമറ. ഹിസ് ക്യാമറ ഈസ് ന്യൂ. എ ഫ്രണ്ട് ഗവ് ഹിം എ ക്യാമറ. ദി ക്യാമറ ഈസ് ഹിസ്. അവിടെ റിഫ്ലക്റ്റീവ് അതിൻ്റെ റിലേറ്റീവ്. ദി വാച്ച് ഈസ് മൈൻ എന്ന് പറയുന്ന പോലെ അതിന് ഫോം ഇല്ല. യഥാർത്ഥത്തിൽ എന്താണ്? ഹിസ് ക്യാമറ. അവിടെ എങ്ങനെ ഉപയോഗിക്കാം നമുക്ക്? എ ഫ്രണ്ട് ഗവ് ഹിം എ ക്യാമറ. ദി ക്യാമറ ഈസ് ഹിസ്. ഐ യൂസ് ഇറ്റ് മൈസെൽഫ് എന്നതിന് പകരം ഹി യൂസ് ഇറ്റ് ഹിംസെൽഫ് എന്ന് ഉപയോഗിക്കാം. ഹി യൂസ് ഇറ്റ് ഹിംസെൽഫ്. അപ്പോൾ ഇവിടെ അതുപോലെ തന്നെ ഷീ ഉപയോഗിക്കാം. ഷീ ഹാവ് എ നെക്ലസ്. ഷീ ഹാവ് എ നെക്ലസ്.
Her necklace is new. A friend gave her a necklace. She used it herself. ഇനി ദേ എടുക്കാം. ദേ അവിടെ നമുക്ക് ക്യാമറ, നെക്ലസ്, അടുത്ത റേഡിയോ എടുക്കാം. ദേ ഹാവ് എ റേഡിയോ. Their radio is new. A friend gave them. They use it themselves. ഇനി ഇറ്റ് പറയുമ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് അതിനെയും ഇറ്റും ഇറ്റ് സെൽഫ് മാത്രമേ ഉള്ളൂ അതിൻ്റെ ഫോം. ഓക്കെ. ഇനി ഇതുപോലെ തന്നെ യു എന്ന് പറയുന്ന സെക്കൻഡ് പേഴ്സണ് പഴയ, അതായത് പൊയട്രിയിലും അതുപോലെ തന്നെ ഗോഡ്, ഏഞ്ചൽസ് ഇവയൊക്കെ സൂചിപ്പിക്കാൻ വേണ്ടി പുരാതന കാലം മുതൽ ഉപയോഗിക്കുന്ന യുവിന് പകരവും യുവറിന് പകരവും ഉപയോഗിക്കുന്ന ചില പ്രൊനൗൺസ് ആണ് ദൗ, ദി, യേ. അപ്പൊ ദൗ, ദി, യേ. ദൗ എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ യു എന്നാണ് അർത്ഥം. ദി എന്ന് പറഞ്ഞാലും യു എന്നാണ് അർത്ഥം. യേ എന്ന് പറഞ്ഞാൽ യു പ്ലൂറൽ ഫോമാണ്, യുവിൻ്റെ പ്ലൂറൽ ഫോമാണ് യേ. ഇനി ദൈ എന്ന് പറഞ്ഞാൽ യുവർ, തൈൻ എന്ന് പറഞ്ഞാൽ നിങ്ങളുടേത് എന്നർത്ഥം. ഉദാഹരണത്തിലൂടെ മനസ്സിലാക്കാം. ദൗ ആർ ടു മേഴ്സിഫുൾ മൈ ഗോഡ്സ്. ഈശ്വര നീ കരുണയുള്ളവനാകുന്നു. ഈശ്വര നീ കരുണയുള്ളവനാകുന്നു എന്ന് പറയാൻ ദൗ, നീ എന്നർത്ഥം. വി പ്രൈസ് ദി, ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ദി എന്ന് പറഞ്ഞാൽ യു അവിടെ അർത്ഥം. ബ്ലസ്ഡ് ആർ യേ ഓ ഏഞ്ചൽസ്. ദൂതരെ നിങ്ങൾ ധന്യരാണ്, നിങ്ങൾ ഭാഗ്യവാന്മാരാണ്. അപ്പോൾ അവിടെ യേ, നിങ്ങൾ പ്ലൂറൽ. വി ഗ്ലോറിഫൈ ദൈ നെയിം. ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, അല്ലെങ്കിൽ വി ഗ്ലോറിഫൈ ദി നെയിം, നിന്റെ നാമത്തെ ഞങ്ങൾ വാഴ്ത്തുന്നു, ഞങ്ങൾ നിന്റെ നാമത്തെ വാഴ്ത്തുന്നു. ആൾ പവർ ഈസ് തൈൻ, എല്ലാ ശക്തിയും നിന്റേതാണ്. അപ്പോൾ ഇവിടെ യു എന്നാണ് അർത്ഥം. ഇവിടെ ദി എന്ന് പറഞ്ഞാലും യു എന്നാണ് അർത്ഥം. ഇവിടെ യു, നീ എന്നാണ് അർത്ഥം. ഇവിടെ പ്ലൂറലായിട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇവിടെ യുവർ എന്നർത്ഥം. ഇവിടെ നിന്റേത് എന്നർത്ഥം. മൈൻ എന്ന് പറഞ്ഞാൽ എൻ്റേത്, തൈൻ എന്ന് പറഞ്ഞാൽ നിന്റേത്. അപ്പോൾ ഇതാ യഥാർത്ഥത്തിൽ പേഴ്സണിൻ്റെ ക്ലാസിഫിക്കേഷൻ. അതുപോലെ തന്നെ നോമിനേറ്റീവ് ഓർ സബ്ജക്റ്റീവ്, പൊസസീവ്, ഒബ്ജക്റ്റീവ്, റിഫ്ലെക്സീവ്. പഠിക്കുമ്പോൾ ഇങ്ങനെ ഫസ്റ്റ് പേഴ്സൺ ഇങ്ങനെ തന്നെ പഠിക്കാം. ഐ, മൈ, മൈൻ, മീ, മൈസെൽഫ്. വി, അവർ, അവേഴ്സ്, അസ്, അവർസെൽസ്. യു, യുവർ, യുവേഴ്സ്, യു, യുവർസെൽഫ്, യുവർസെൽഫ്സ്. ഹി, ഹിസ്, ഹിം, ഹിംസെൽഫ്. ഷീ, ഹർ, ഹേഴ്സ്, ഹർ, ഹെർസെൽഫ്. ദേ, ദെയർ, ദെയേഴ്സ്, ദം, ദംസെൽസ്. ഇറ്റ്, ഇറ്റ്സെൽഫ്. Next we come to indefinite pronouns. Indefinite pronouns are words refer to non-specific persons, things or animals. Persons means people. Indefinite pronouns can be classified into two: singular indefinite pronouns and plural indefinite pronouns. അപ്പോൾ ഇന്ന് നമ്മൾ ഇതിൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ട് പഠിക്കുന്നത് ഇൻഡെഫിനിറ്റ് പ്രൊനൗൺസിനെ കുറിച്ചാണ്. ഇൻഡെഫിനിറ്റ് പ്രൊനൗൺസ് നമ്മൾ ഡിമോൺസ്ട്രേറ്റീവ് പ്രൊനൗണിനെ കുറിച്ച് പഠിച്ചു. അത് സ്പെസിഫിക് പേഴ്സണെയാണെങ്കിൽ ഇത് നോൺ സ്പെസിഫിക് തിങ്സിനെയോ പേഴ്സണെയോ പീപ്പിളിനെയോ അല്ലെങ്കിൽ അനിമൽസിനെ കുറിച്ചാണ് റെഫർ ചെയ്യുന്നത്. ഇതിനെ നമുക്ക് രണ്ടായി ക്ലാസിഫൈ ചെയ്യാം. ഒന്ന് സിംഗുലർ ആയിട്ടുള്ള ഇൻഡെഫിനിറ്റ് പ്രൊനൗൺസ്, പിന്നീട് പ്ലൂറൽ ആയിട്ടുള്ള ഇൻഡെഫിനിറ്റ് പ്രൊനൗൺസ്. സിംഗുലർ ഇൻഡെഫിനിറ്റ് പ്രൊനൗൺസ് ആർ എനി വൺ, എനിബഡി, എനിത്തിങ്. എവരി വൺ, എവരിബഡി, എവരിത്തിങ്. ഈച്ച്, എയ്തർ, നെയ്തർ. നോ വൺ, നോബഡി, നത്തിങ്. someone, somebody, something, and one are included in the singular indefinite pronouns. അപ്പോൾ സിംഗുലർ ഇൻഡെഫിനിറ്റ് പ്രൊനൗൺസിൽ ഉൾപ്പെടുന്നതാണ് ഞാൻ ഈ പറഞ്ഞത്. ലുക്ക് അറ്റ് ദി ബ്ലാക്ക് ബോർഡ്, വി ക്യാൻ സി വാട്ട് ആർ ദി ഇൻഡെഫിനിറ്റ് പ്രൊനൗൺസ്, സിംഗുലർ ആസ് വെൽ ആസ് പ്ലൂറൽ. നോക്കാം. ഇൻഡെഫിനിറ്റ് പ്രൊനൗൺസ് ആർ വേർഡ്സ് റെഫർ ടു നോൺ സ്പെസിഫിക് തിങ്സ്, പീപ്പിൾ or animals. Then
These are called indefinite singular pronouns. Anyone, anybody, anything, everyone, everybody, everything, each, every, either. No one, nobody, nothing, someone, somebody, something. അപ്പോൾ ഇത് ഇത്രയുമാണ് യഥാർത്ഥത്തിൽ സിംഗുലർ ഇൻഡെഫിനിറ്റ് പ്രൊനൗൺസ്. ഇപ്പോൾ എനിയുടെ ഫോംസ് ആണ് എനിവൺ, എനിബഡി, എനിത്തിങ്. എവരി അതിൻ്റെ ഫോംസ് ആണ് എവരി വൺ, എവരിബഡി, എവരിത്തിങ്. ഈച്ച്, എയ്തർ. അതുപോലെ നോ വൺ, നൺ, നോ വൺ, നോബഡി, നത്തിങ്. സമ്മിൻ്റെ കണക്ഷനാണ് സം വൺ, സംബഡി, സംതിങ്. ഇനി പ്ലൂറൽ പ്രൊനൗൺസ് ഏതൊക്കെയാണെന്ന് നോക്കാം. പ്ലൂറൽ ഇൻഡെഫിനിറ്റ് പ്രൊനൗൺസ് ഏതൊക്കെയാണ്? ഈ സിംഗുലറിൽ ഈ വൺ ഉൾപ്പെടുന്നു. ബോത്ത്, ഫ്യൂ, മെനി, സെവറൽ, അതേഴ്സ്. ദീസ് ആർ പ്ലൂറൽ ഇൻഡെഫിനിറ്റ് പ്രൊനൗൺസ്. ബോത്ത്, ഫ്യൂ, മെനി, സെവറൽ ആൻഡ് അതേഴ്സ്. ദെൻ some indefinite pronouns can be used as singular as well as plural. സിംഗുലറും പ്ലൂറലുമായിട്ട് വരുന്ന ഇൻഡെഫിനിറ്റ് പ്രൊനൗൺസ് ആണ് all, any, more, most, none, some. But these are indefinite singular pronouns and indefinite plural pronouns. Then these are all, any, more, most, none and some are used as singular indefinite pronouns and plural indefinite pronouns. ഇനി നമുക്ക് ഇതിൻ്റെയൊക്കെ ഓരോ ഉദാഹരണം വെച്ച് ഒന്ന് പരിശോധിക്കാം. എനിവൺ, ഹൂ അറ്റൻഡ്സ് വെൽക്കം. ആരാണോ അറ്റൻഡ് ചെയ്യുന്നത്, അറ്റൻഡ്സ് ദി മീറ്റിംഗ്, വെൽക്കം, അവരെ നമ്മൾ സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ എനിവൺ ഹൂ അറ്റൻഡ്സ് കാണാം. ഇവിടെ അറ്റൻസ് എന്നാണ് ഉപയോഗിച്ചിരിക്കുന്നത്. വെർബിന്റെ ഡസ് ഫോം സിംഗുലർ ആണ്. അപ്പോൾ എനിവൺ സിംഗുലർ ആയതുകൊണ്ടാണ് എനിവൺ ഹൂ അറ്റൻസ് വെൽക്കം എന്ന് പറഞ്ഞിരിക്കുന്നത്. സെക്കൻഡ് എക്സാമ്പിൾ, ദർ ഇസ് നോട്ട് എനിബഡി. രണ്ടാമത്തെ പ്രയോഗം എനിബഡി, എനിബഡി. ദർ ഈസ് നോട്ട് എനിബഡി ഇൻ ദി റൂം. അപ്പോൾ ദർ ഈസ് നോട്ട് എനിബഡി ഇൻ ദി റൂം. അവിടെ ഈസ്, ദർ ആർ അല്ല പറഞ്ഞിരിക്കുന്നത്, there is not anybody in the room. Then anything, എനിയുടെ മൂന്നാമത്തെ ഫോമാണ് anything. Is there anything I can do to help? അപ്പോൾ is there anyone I can do to help? Is there, is. അപ്പോൾ അവിടെ ക്വസ്റ്റ്യൻ ആയിട്ടാണ് വന്നിരിക്കുന്നത്. Is there anything I can do to help? സഹായിക്കാൻ എനിക്ക് എന്തെങ്കിലും, is there anything എന്തെങ്കിലും ഉണ്ടോ, I can do to help. ഇനി നെക്സ്റ്റ് എവരി വരുമ്പോഴോ എവരി വൺ ലവ്സ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ദാറ്റ് മീൻസ് എവരി വൺ ഈസ് എ സിംഗുലർ ഇൻഡെഫിനിറ്റ് പ്രൊനൗൺ. എവരി വൺ ലവ്സ് ഐസ്ക്രീം. ഓരോരുത്തരും എന്ത്, ഐസ്ക്രീം ഇഷ്ടപ്പെടുന്നു. നെക്സ്റ്റ് എവരിബഡി ലൈക്സ്, അതും സിംഗുലർ ആണ്. വെർബിന്റെ ഡസ് ഫോം ഉപയോഗിച്ചിരിക്കുന്നു. ലൈക്സ് എ ഗുഡ് സ്റ്റോറി, ഒരു നല്ല സ്റ്റോറി എന്ത് ചെയ്യുന്നു, എല്ലാവരും ഓരോരുത്തരും ഇഷ്ടപ്പെടുന്നു. ദെൻ എവരിത്തിങ് ഈസ് റെഡി. അപ്പോൾ എവരിത്തിങ് അവിടെ സിംഗിൾ ആയതുകൊണ്ട് ഈസ് അപ്ലൈ ചെയ്തിരിക്കുന്നു. ഈച്ച് ഓഫ് ദി സ്റ്റുഡൻസ് ഹാസ് എ ലാപ്ടോപ്പ്. ഇനി നോക്കിയാൽ ഈച്ച് ഓഫ് ദിക്ക് ശേഷം വരുന്ന നൗൺ പ്ലൂറൽ ആയിരിക്കണം. അതാണ് മറ്റൊരു റൂൾ. ആഫ്റ്റർ ഈച്ച് ഓഫ് ദി വി ഹാവ് ടു യൂസ് എ പ്ലൂറൽ നൗൺ ആൻഡ് സിംഗുലർ വെർബ്. വെൻ വി യൂസ് ഈച്ച് ഓഫ് ദി സ്റ്റുഡൻസ് ഹാസ് എ ലാപ്ടോപ്പ്. അപ്പോൾ ഓരോ വിദ്യാർത്ഥികളിൽ ഓരോരുത്തർക്കും എന്നാണ് അതിനർത്ഥം. അപ്പോൾ വിദ്യാർത്ഥികളിൽ ഓരോരുത്തർക്കും ഉണ്ടാവണം എന്ത്, ഉണ്ട്, ലാപ്ടോപ്പ് ഉണ്ട്. അപ്പോൾ ഈച്ച് ഓഫ് ദി സ്റ്റുഡൻസ് ഹാസ് എ ലാപ്ടോപ്പ്. അപ്പോൾ ഈച്ച് ഓഫ് ദിക്ക് ശേഷം എന്താണ്, നൗൺ പ്ലൂറലും വെർബ് സിംഗുലറും. ദെൻ എയ്തർ ഓഫ് ദീസ് ഓപ്ഷൻസ്. ഈ ഓപ്ഷൻസിൽ എയ്തർ ഓഫ് ദീസ് ഓപ്ഷൻസ് ഈസ് ഫൈൻ. ഈ ഓപ്ഷൻസിൽ ഇതാണ് എന്താണ് ഫൈൻ ആയിട്ടുള്ളത്. അപ്പം എയ്തർ ഓഫ് ദീസ് ഓപ്ഷൻസ്, ഓപ്ഷൻ പ്ലൂറൽ, നൗൺ പ്ലൂറൽ, വെർബ് സിംഗുലർ. ഓക്കെ. ദെൻ നെയ്തർ ഓഫ് ദം, ദം പ്ലൂറൽ. ഒബ്ജക്റ്റീവ് പ്രൊനൗൺ, ദയുടെ ഒബ്ജക്റ്റീവ് പ്രൊനൗൺ ആണ് അവിടെ ദം ആയിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. അത് പ്ലൂറൽ ആണ്. പക്ഷെ അതിനുശേഷം വന്നിരിക്കുന്നത് വാണ്ട്സ് സിംഗുലർ ആണ്. ടു ഗോ.
അപ്പോൾ എയ്തർ ഈ മൂന്ന് കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഈച്ച് ഓഫ് ദി സ്റ്റുഡൻസ് എയ്തർ ഓഫ് ദീസ് ഓപ്ഷൻസ് നെയ്തർ ഓഫ് ദം വാണ്ട്സ് ടു ഗോ. അവിടുത്തെ റൂൾ എന്താണ്? വി ഹാവ് ടു യൂസ് എയ്തർ ഓഫ്, നെയ്തർ ഓഫ്, ദെൻ ഈച്ച് ഓഫ്. ആഫ്റ്റർ ദിസ് യൂസ് പ്ലൂറൽ നൗൺസ് ആൻഡ് സിംഗുലർ വെർബ്സ്. ഇവിടെ ഒന്നുകൂടെ പറഞ്ഞാൽ ഈച്ച് ഓഫ് ദി സ്റ്റുഡൻസ് പ്ലൂറൽ, എയ്തർ ഓഫ് ദീസ് ഓപ്ഷൻസ് പ്ലൂറൽ, ദെൻ നെയ്തർ ഓഫ് ദം പ്ലൂറൽ, ഹാസ് സിംഗുലർ, ഈസ് സിംഗുലർ, വാണ്ട്സ് സിംഗുലർ. ഓക്കെ, അപ്പോൾ എയ്തർ ഓഫ്, നെയ്തർ, ഈച്ച്, അതിനുശേഷം വരുന്ന നൗൺ പ്ലൂറലും വെർബ് സിംഗുലറും ആയിരിക്കണം. ഇത് നമ്മൾ സബ്ജക്റ്റ് വെർബ് എഗ്രിമെന്റിലെ പ്രധാനപ്പെട്ട ഒരു റൂളാണ്, അല്ലെങ്കിൽ കോൺകോഡിലെ ഒരു റൂളാണ്. നെക്സ്റ്റ്, നോ വൺ വന്നാലോ? നോ വൺ നോസ് ദി ആൻസർ. ഇവിടെ നോ വൺ എന്ന് പറയുന്നത് സിംഗിൾ ആണ്, അതുകൊണ്ട് നോസ് വെർബിന്റെ ഡസ് ഫോം ഉപയോഗിച്ചിരിക്കുന്നു, സിംഗിൾ ഫോം. നോബഡി അറ്റൻഡ്സ് ദി മീറ്റിംഗ്. നോബഡി അറ്റൻഡ്സ് ദി മീറ്റിംഗ്. അപ്പോൾ അറ്റൻഡ്സ് അത് വെർബിന്റെ ഡസ് ഫോം സിംഗിൾ അപ്ലൈ ചെയ്തിരിക്കുന്നു. നത്തിങ് ഈസ് ഇമ്പോസിബിൾ. അസാധ്യമായി ഒന്നുമില്ല. നത്തിങ് ഈസ് ആണ്. ഈസ് എന്ന് പറഞ്ഞാൽ സിംഗിൾ ആക്സിൽ വെർബ് ഉപയോഗിച്ചിരിക്കുന്നു. അതുപോലെ someone ഈസ് അറ്റ് ദി ഡോർ. ആരോ വാതിക്കൽ വന്നു, വാതിക്കലുണ്ട്. ഇവിടെ നത്തിങ് ഈസ് ഇമ്പോസിബിൾ, അസാധ്യമായിട്ട് ഒന്നുമില്ല. നോബഡി അറ്റൻഡ്സ് ദി മീറ്റിംഗ്. ആരും മീറ്റിംഗിൽ അറ്റൻഡ് ചെയ്യുന്നില്ല. somebody knocks the door. ആരോ കതകിന് മുട്ടുന്നു. അവിടെയും somebody knocks, knocks the door. ഇനി സംതിങ് ഈസ് ബെറ്റർ ദാൻ നത്തിങ്. സംതിങ്. ഇപ്പൊ ഇവിടെയെല്ലാം നമ്മൾ പറഞ്ഞ രീതിയിൽ ഇൻഡെഫിനിറ്റ് പ്രൊനൗൺസ് ആർ വേർഡ്സ് റെഫർ ടു നോൺ സ്പെസിഫിക് തിങ്സ്. അപ്പോൾ ഇവിടെ there is anyone who attends welcome. ഇവിടെ ഒരു സ്പെസിഫൈഡ് ആയിട്ട് ഒരു പേഴ്സണെ പറയുന്നില്ല, ഒരു പേര് പറയുന്നില്ല, അല്ലെങ്കിൽ പ്രൊനൗൺ വേറെ ഉപയോഗിക്കുന്നില്ല. എനിവൺ, അതാരോ ആകാം, അതാണ് നോൺ സ്പെസിഫിക്. there is not anybody in the room. അവിടെയും. അപ്പോൾ these are non-specific, indicating these pronouns are indicating non-specific things, people or animals. That is why these are called indefinite, not definite but indefinite pronouns. ഇതാണ് ഇൻഡെഫിനിറ്റ് പ്രൊനൗൺസിനെ കുറിച്ച്. ഇനി ഇതിന്റെ ബാക്കിയുള്ള എക്സാമ്പിൾ അടുത്തത് നമ്മൾ ബാക്കിയുള്ള എക്സാമ്പിളിലേക്ക് നമുക്ക് കടക്കാം. നെക്സ്റ്റ് വി കം ടു indefinite plural pronouns examples. First one, both. Both of the books are interesting. Both of the books are interesting. അവിടെ both of the books are interesting. Books noun plural, verb is also plural. Then few have seen the movie. Few plural, have auxiliary verb have plural. Few have seen the movie. Many were invited. Were ആറിന്റെ പാസ്റ്റ് ഫോം വേർ ഉപയോഗിച്ചിരിക്കുന്നു. ഇത് ഹാസിന്റെ പ്ലൂറൽ ഫോം ഹാവ് ഉപയോഗിച്ചിരിക്കുന്നു. ഇവിടെ ഈസിന്റെ പ്ലൂറൽ ഫോം ആർ ഉപയോഗിച്ചിരിക്കുന്നു, കാരണം ബുക്സ് പ്ലൂറൽ ആണ്. Few have seen the movie. Many were invited. Then several have attended the meeting. Several have attended the meeting. Several plural, have verb plural. Others were deeply affected by the news. Others have deeply affected by the news. Others plural, therefore where is used plural. ആറിന്റെ പാസ്റ്റ് ഫോം വേർ ആണ് അവിടെ അപ്ലൈ ചെയ്തിരിക്കുന്നത്, വേർ WER. ദെൻ ഇത് ഇത്രയുമാണ് യഥാർത്ഥത്തിൽ ബോത്ത്, ഫ്യൂ, സെവറൽ, അതേഴ്സ് ആൻഡ് മെനി ആർ പ്ലൂറൽ indefinite pronouns. So we have to use or apply plural verb after it. The next one, singular as well as plural. സിംഗുലറും അതുപോലെ തന്നെ പ്ലൂറലുമായിട്ട് വരാവുന്ന ഇൻഡെഫിനിറ്റ് പ്രൊനൗൺസ് ആണ്. ഒന്ന് ആൾ, രണ്ടാമത്തത് എനി, മൂന്ന് മോസ്റ്റ്, ദെൻ നൺ, then some, then more.
So these are singular as well as plural. All, any, most, none, some, more are used as singular as well as plural. അതിനെ നമുക്ക് സിംഗിളായിട്ടും ഉപയോഗിക്കാം, അതുപോലെ തന്നെ പ്ലൂറലായിട്ടും ഉപയോഗിക്കാം. അപ്പോൾ സെൻറ്റൻസ് നിന്ന് അതിൻ്റെ ഉദാഹരണം നിങ്ങൾക്ക് മനസ്സിലാവും. all of the cakes are gone. കേക്ക്സ് എന്നാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. all of the cakes are gone. അപ്പോൾ കേക്ക്സ് പ്ലൂറലാണ്, എല്ലാ കേക്കുകളും വിറ്റഴിയപ്പെട്ടു. ഇവിടെ വരുമ്പോഴോ all of the cake is gone, അത് ഒരു സിംഗിൾ ഹോളിനെ കാണിക്കുന്നു. all of the cake is gone, മൊത്തമായിട്ട് ഒന്നേ ഉള്ളെങ്കിൽ അത് പോയി എന്നർത്ഥം. ഇനി അപ്പോൾ ഇവിടെ all of the cakes are, കേക്ക്സ് പ്ലൂറലാണ്, are പ്ലൂറലാണ്. ഇവിടെ all of the cake is gone. നെക്സ്റ്റ് any of the information, any of the information. നമുക്കറിയാമല്ലോ ഇൻഫർമേഷൻസ് എന്ന് പറയത്തില്ല, അത് ഡോയ്സ്, ഇൻഫർമേഷൻ, ലഗേജ് ഒക്കെ എന്താണ് സിംഗിളായിട്ട് തന്നെയാണ് ഉപയോഗിക്കുന്നത്. any of the information is useful. any of the information is useful. ഇവിടെ നോക്കിയേ, any of the books are good. any of the books are good. any of the books are good. are good എന്നാണ്. ബുക്സ് പ്ലൂറലാണ്, പ്ലൂറൽ നൗൺ ആണ്, വെർബ് ഈസ് ആൾസോ പ്ലൂറൽ. ദെൻ most of the work is done. ഇവിടെ നോക്കിയേ, most of the employees are, employees plural, are here. Then none of the students are absent. none of the milk is left. പാലൊട്ടുമില്ല എന്നർത്ഥം. അപ്പം none of the milk is left. Then some of the cookies are delicious. some of the cookies are delicious. cookies plural, therefore are is used. Then some of the money is missing. some of the money is, money singular ആണ് ഇവിടെ, അതുകൊണ്ട് അവിടെ is. some of the money is missing. more is needed. more is needed to complete the project. project complete ചെയ്യാൻ കുറെ കൂടി കാര്യങ്ങൾ ആവശ്യമുണ്ട്. more are available. more are available online. more are available online. കൂടുതൽ കാര്യങ്ങൾ എവിടെയാണ്? ഓൺലൈനിൽ ഉണ്ട്, അവൈലബിൾ ആണ്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ all of the, any of the, most of the, none of the, some of the, ഈ വരുന്ന കേസുകളിലൊക്കെ നമ്മൾ any of the, ഇവിടെ അത് നൗൺ സിംഗുലർ ആണോ എന്ന് നോക്കിയിട്ട് വേണം വെർബിനെ സെലക്ട് ചെയ്യാൻ. ഇവിടെ നോക്കിയേ, all of the കേക്ക്സ് പ്ലൂറൽ ആയതുകൊണ്ട് പ്ലൂറൽ ഉപയോഗിക്കുന്നു. അതുപോലെ all of the cake, ഇവിടെ കേക്ക് സിംഗിൾ ആയതുകൊണ്ട് സിംഗിൾ ഉപയോഗിക്കുന്നു. അപ്പോൾ ഇവിടെ all of the കേക്ക്സ് എന്നും വരാം, കേക്ക് എന്നും വരാം, അപ്പോൾ അതനുസരിച്ച് മാറും. any of the information, any of the books, most of the work, most of the employees, none of the students, none of the milk, some of the cookies, some of the money, more is needed. ഈ കേസിൽ ഇല്ല. അപ്പോൾ ഇത്രയും ഈ കാര്യങ്ങൾ ഏതൊക്കെയാണ്? all of the, any of the, most of the, none of the, some of the. ഈ കാര്യങ്ങൾ വളരെ ശ്രദ്ധിച്ച് നൗൺ നോക്കുക. യു ഹാവ് ടു ലിസൺ whether noun is singular or plural. if the noun is singular, we have to use a singular verb. if it is plural, we have to use a plural. So in the next class we will continue interrogative pronouns. ഇനി അടുത്ത ക്ലാസ്സിൽ നമ്മൾ interrogative pronouns, തുടർന്ന് വരുന്ന റെസിപ്രോക്കൽ പ്രൊനൗൺസ്, റിലേറ്റീവ് പ്രൊനൗൺസ്, ഇതായിരിക്കും നമ്മൾ വീണ്ടും പഠിക്കുന്നത്. ആ ഒരു ക്ലാസ്സോടുകൂടി നമുക്ക് കൈൻഡ്സ് ഓഫ് പ്രൊനൗൺസ് അതോടുകൂടി അവസാനിക്കും. ഓക്കെ, താങ്ക് യു. പ്ലീസ് സബ്സ്ക്രൈബ്, ഷെയർ ആൻഡ് സപ്പോർട്ട് മീ. താങ്ക് യു.